കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന അടുത്തയാഴ്ച ഉണ്ടായേക്കും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെയും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെയും മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് ക്യാബിനറ്റ് റാങ്കോടെ മന്ത്രിസഭയിൽ എത്തുകയാണെങ്കിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറിയേക്കും എന്ന സൂചനയുണ്ട്. ജോർജ് കുര്യന് പകരം കേരളത്തിൽ നിന്നും പുതിയ മന്ത്രി ഉണ്ടായേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് പുനഃസംഘടന ഉടനുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. കാര്യമായ അഴിച്ചുപണിയാണ് മോദിയും അമിത് ഷായും ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ വിവാദത്തിലടക്കം സർക്കാരിനെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. എപ്സ്റ്റീൻ ഫയൽസിൽ പേര് പരാമർശിക്കപ്പെട്ട ഹർദീപ് പുരിക്കും സ്ഥാനം തെറിക്കും. കഴിഞ്ഞ സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അനുരാഗ താക്കൂർ മന്ത്രിസഭയിൽ വീണ്ടും തിരിച്ചെത്തും. RBI മുൻ ഗവർണർ ശക്തികാന്ത ദാസാകും മന്ത്രിസഭയിലെത്തുന്ന പുതുമുഖങ്ങളിൽ പ്രധാനി. നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറുകയാണെങ്കിൽ ശക്തികാന്ത ദാസിനെ ധനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഉദ്ധവ് പക്ഷത്തെ പുലർത്തിയ ഓപ്പറേഷൻ ടൈഗർ വിജയമായതിനാൽ ഷിൻഡെ പക്ഷത്തിനുള്ള പാരിതോഷികം പുനഃസംഘടനയിൽ ഉണ്ടാകും. നിലവിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രമുള്ള ഷിൻഡെ പക്ഷത്തു നിന്ന് ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെയാകും മന്ത്രിസഭയിലെത്തുക. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി പുലർത്തി BJPയിലെത്തിയ രാഘവ് ചദ്ദയ്ക്കോ അശോക് മിത്തലിനോ മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാം. എന്നാൽ ജോർജ് കുര്യനൊപ്പം രാജ്യസഭാ കാലാവധി കഴിഞ്ഞ പഞ്ചാബിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി റവനീത് ബിട്ടുവിനും മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും. ബിട്ടുവിനോട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് നിർദ്ദേശം. ബിട്ടുവിന് പകരം തരുൺ ചുഗ് മന്ത്രിസഭയിലെത്തും. UP തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ മീററ്റ് MP അരുൺ ഗോവിൽ അടക്കമുള്ളവരും മന്ത്രിസഭയിൽ ഇടം പിടിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.